നെറ്റിപ്പട്ടം ഏറ്റിയ ആനയുടെ പുറത്ത് കൊടും ഭീകരർ, അത് ഇസ്മായിൽ ഹനിയുണ്ട്, യഹിയ സിൻവാറുണ്ട്, ഹസൻ നസ്രുള്ളയുണ്ട്. ഇവരുടെ പശ്ചാത്തലം നമുക്കറിയാവുന്നതുപോലെ കൊടും ഭീകരരാണ്, മനുഷ്യ പിശാചുക്കളാണ്, നമുക്ക് മനുഷ്യർ എന്ന് വിളിക്കാൻ പോലുള്ള യോഗ്യത അവർക്കില്ല. ഒക്ടോബർ 7-ാം തീയതി അവർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ നമുക്കറിയാം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ പിച്ചു ചീന്തുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, അങ്ങനെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന കൊടും ഭീകരർ. ഇവരെയാണ് ഈ നെറ്റിപ്പട്ടം കൊടുത്ത ആനയുടെ പുറത്ത് ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി വലിയ ആരാധനാ മൂർത്തികളായിട്ട് ആ നഗരത്തിലൂടെ, ആ തെരുവിലൂടെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയത്. ഇതിന്റെ മറ്റൊരു ആസ്പെക്ട് നാം ചിന്തിക്കുമ്പോൾ, പൂരങ്ങളുടെയൊക്കെ ഒരു നാടാണ് കേരളം, ഉത്സവങ്ങളുടെ നാടാണ്, പെരുന്നാളുകളുടെ നാടാണ്. ഈ പെരുന്നാളുകളിലും അല്ലെങ്കിൽ ഈ ഉത്സവങ്ങളിലും ഒക്കെ നമ്മൾ നെറ്റിപ്പട്ടമേറ്റിയ ആനയെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഈ ആനയുടെ പുറത്ത് തിടമ്പേറ്റുക എന്നൊരു ആചാരം കേരളത്തിലെ ആരാധനാലയങ്ങളിൽ എങ്ങും നമുക്ക് കാണാൻ സാധിക്കും. ഈ ആനയുടെ പുറത്ത് തിടമ്പേറ്റുന്നത് ആരെയാണ്? ആരാധനാ മൂർത്തികളെയാണ്. അപ്പോൾ കൃത്യമായും വ്യക്തമാണ്, ഭീകരരെ ആരാധനാ മൂർത്തികളായി കാണുന്ന ഒരു തലമുറ, ഒരു സമൂഹം, ഒരു വിഭാഗം ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു.